കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഓഹരി വിപണിയിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. സെൻസസ് മാത്രം 2000-ലധികം പോയിന്റ് ആണ് ഇടിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു വശത്ത് യുദ്ധഭീതിയും ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും, മറുവശത്ത് വിദേശ നിക്ഷേപകരുടെ കൂട്ടത്തോടെയുള്ള പിന്മാറ്റവും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ആഴ്ച വിപണിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, അതോ ഇതൊരു അവസരമാണോ? സമാധാനമായി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ പറയുന്നത് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസസ് 2.70% ഇടിഞ്ഞ് 75,237.99 ക്ലോസ് ചെയ്തത്. അതായത് ഏകദേശം 2090 പോയിന്റുകളുടെ ഇടിവ്. ദേശീയ സൂചികയായ നിഫ്റ്റി 50 ആകട്ടെ 2.20% അഥവാ 532.65 പോയിന്റുകൾ താഴ്ന്ന് 23,643.50 ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയേ വേണ്ട. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം 418 പോയിന്റ് ഇടിഞ്ഞ് 53,710.35 എത്തിയത്. ഇതിനെല്ലാം പുറമെ വിപണിയിൽ ആശങ്ക അളക്കുന്ന ഇന്ത്യ വിക്സ് 18.79 എന്ന ഉയർന്ന നിരക്കിലേക്കാണ് വാരാന്ത്യത്തിൽ എത്തി നിൽക്കുന്നത്. വിക്സ് എന്ന് പറഞ്ഞാൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് എന്നാണ്. ഇത് 20-ന് മുകളിലേക്ക് പോയാൽ വിപണിയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥിരത വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമല്ല എന്ന് മനസ്സിലായില്ലേ? പക്ഷേ തിങ്കളാഴ്ച രാവിലെ ഒരു ചെറിയ ആശ്വാസ സൂചനയുണ്ട്. NSE ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിലെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് 61 പോയിന്റ് അഥവാ 0.26% ഉയർന്ന് 23,769 വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ നേരിയ ഒരു പോസിറ്റീവ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിപണിയുടെ ചില പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാണ്. അതായത് സപ്പോർട്ട്, റെസിസ്റ്റന്റ് ലെവലുകൾ. വീഴാൻ പോകുന്ന ഒരു മാർക്കറ്റിന് താങ്ങായി നിൽക്കുന്ന വിലയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. നിഫ്റ്റിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് 23,500 മുതൽ 23,400 വരെയുള്ള മേഖലയിലാണ്. ഇതൊരു നിർണായക ഘട്ടമാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിലും താഴോട്ട് പോയാൽ അടുത്ത ശക്തമായ സപ്പോർട്ട് വരുന്നത് 23,150-ലും അതിനുശേഷം 22,900-ലുമാണ്. മുകളിലേക്ക് കയറി വരുമ്പോൾ നിഫ്റ്റിക്ക് നേരിടേണ്ടി വരുന്ന തടസ്സം അഥവാ റെസിസ്റ്റൻസ് 23,700-ലാണ്. ഇത് മറികടന്നാൽ 23,800 മുതൽ 24,000 വരെ ശക്തമായ പ്രതിരോധ മേഖലയുണ്ട്. ഈ ആഴ്ചയിലെ വീക്കിലി ഓപ്ഷൻസിന്റെ മാക്സ് പെയിൻ ഡാറ്റ നോക്കിയാൽ അത് 24,000-ലാണ്. മാക്സ് പെയിൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബെയർമാർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു വിലയാണ്. ഇപ്പോൾ വിപണി ഇതിലും താഴെയായതുകൊണ്ട് വരും ദിവസങ്ങളിൽ ജാഗ്രത വേണം. സെൻസസിനെ സംബന്ധിച്ച് 74,500 മുതൽ 74,200 വരെ സപ്പോർട്ടും 75,600 മുതൽ 76,000 വരെ റെസിസ്റ്റന്റുമാണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 53,500, 53,000 കൂടാതെ 52,702 എന്നിവയാണ് പ്രധാന സപ്പോർട്ടുകൾ. മുകളിലേക്ക് പോയാൽ 54,000 മുതൽ 55,000 വരെ വലിയ പ്രതിരോധവുമുണ്ട്. ഈ ലെവലുകൾ മനസ്സിൽ വെച്ച് വേണം ഒരു ട്രേഡർ ഈ ആഴ്ച നീങ്ങാൻ. ഇവിടെയാണ് കഥയിലെ അടുത്ത വില്ലൻ വരുന്നത്. പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ US-ഇറാൻ സംഘർഷങ്ങൾ. അവിടുത്തെ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $109 എത്തിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ നിൽക്കുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഒട്ടും നല്ലതല്ല. കാരണം നമ്മൾ ഭൂരിഭാഗം എണ്ണയും ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണവില കൂടിയാൽ നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം കൂടും, കമ്പനികളുടെ ലാഭം കുറയും. ഇതിന്റെ ആദ്യ പ്രതിഫലനം നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. ഇതിനൊപ്പം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 96 രൂപ എന്ന റെക്കോർഡ് തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. രൂപ ദുർബലമാകുമ്പോൾ വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും. ഇത് വിപണിയുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇനി വിദേശ നിക്ഷേപകരുടെ കാര്യമെടുക്കാം. FFI അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മെയ് മാസത്തിൽ മാത്രം ഇതുവരെ ഏകദേശം 27,000 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. 2026 ഇതുവരെ 2.2 ലക്ഷം കോടി രൂപയുടെ ഭീമമായ ഓഹരി വിൽപ്പനയാണ് വിദേശ നിക്ഷേപകർ നടത്തിയിരിക്കുന്നത്. 2025 വർഷം മുഴുവൻ എടുത്താൽ പോലും വിദേശികൾ 1.66 ലക്ഷം കോടി രൂപയുടെ വിറ്റഴിക്കൽ മാത്രമാണ് നടത്തിയതെന്ന വസ്തുത ഇതോട് നമ്മൾ ചേർത്ത് വായിക്കണം. ഡോളർ ശക്തമാകുന്നതും ക്രൂഡ് ഓയിൽ വില കൂടുന്നതുമാണ് ഇവരെ ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഒരു വലിയ വിൽപ്പന നടക്കുമ്പോൾ മാർക്കറ്റ് തകർന്നടിയേണ്ടതാണ്. പക്ഷെ നമ്മളെ താങ്ങി നിർത്തുന്നത് DI അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. നമ്മുടെ നാട്ടിലെ മ്യൂച്വൽ ഫണ്ടുകളും LIC പോലുള്ള സ്ഥാപനങ്ങളുമാണ് ഈ വിദേശ വിൽപ്പനയുടെ ആഘാതം ഒരു പരിധിവരെ ആഗിരണം ചെയ്തത്. എങ്കിലും വിപണിക്ക് ഒരു സ്ഥിരത വേണമെങ്കിൽ ഈ FFI വിൽപ്പന ഒന്ന് നിൽക്കണം. അതുകൊണ്ട് ദിവസേനയുള്ള ഇവരുടെ ഡേറ്റ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. സെക്ടറുകളുടെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയ അടികിട്ടിയത് റിയൽറ്റി മേഖലയ്ക്കാണ്. 8.2% ഇടിവാണ്
ഉണ്ടായത്. രണ്ടാമതായി തിരിച്ചടി ഉണ്ടായത് IT മേഖലയ്ക്കാണ്. നിഫ്റ്റി ID ഇൻഡെക്സ് 5.7% തകർന്നത്. TCS, ഇൻഫോസിസ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരങ്ങളിലേക്ക് എത്തി. ഓപ്പൺ AI സാങ്കേതികവിദ്യ വിപുലീകരിക്കുന്നതാണ് IT സേവന മേഖലയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിപണിയെ രക്ഷിക്കാനുള്ള ഫാർമ, FMCG തുടങ്ങിയ ഡിഫൻസീവ് സെക്ടറുകൾ ഇത്തവണയും മികച്ച പ്രതിരോധം കാണിച്ചു. കൂടാതെ കാലാവസ്ഥാ വകുപ്പിന്റെ ഈ വർഷത്തെ മൺസൂൺ പ്രവചനം സാധാരണ നിലയേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് വിവരം. ഇത് ഗ്രാമീണ മേഖലയിലെ വാഹന വിൽപ്പനയ്ക്കും കൃഷിയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും FMCG മേഖലയ്ക്കും വരും മാസങ്ങളിൽ വലിയ തോതിൽ ഗുണം ചെയ്യും. പലിശ നിരക്കുകളോട് വേഗത്തിൽ പ്രതികരിക്കുന്ന ബാങ്ക്, ഓട്ടോമൊബൈൽ സെക്ടറുകൾ ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന RBI പോളിസി മീറ്റിംഗിനെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. RBI പലിശ നിരക്ക് കുറയ്ക്കാനുള്ള വിദൂര സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. മെയ് 20 വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തെ കോർ സെക്ടർ അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡേറ്റയാണ് ഒന്ന്. രണ്ടാമത് കമ്പനികളുടെ 4ാം പാദഫലങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി കമ്പനികളുടെ ലാഭത്തേക്കാൾ പ്രധാനം അവരുടെ മാനേജ്മെന്റ് ഭാവിയിലേക്ക് നൽകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ കമന്ററിയാണ്. ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ JP മോർഗന്റെ അഭിപ്രായത്തിൽ ചുരുങ്ങിയ കാലയളവിൽ വിപണി ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ തന്നെ തുടരാനാണ് സാധ്യത. എന്നാൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ ശാന്തമാവുകയും ക്രൂഡ് ഓയിൽ വില താഴുകയും ചെയ്താൽ 2026 രണ്ടാം പകുതിയിൽ വിപണിയിൽ ശക്തമായ തിരിച്ചറിവ് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഇടിയുന്നു എന്ന് കണ്ടാൽ പരിഭ്രാന്തരായി ഉള്ള പണം മുഴുവൻ പിൻവലിക്കുകയോ അല്ലെങ്കിൽ വില കുറഞ്ഞു എന്ന് കരുതി ആലോചിക്കാതെ ചാടി വീണ് വാങ്ങുകയോ ചെയ്യരുത്. വിപണി ഇപ്പോൾ ഒരു വലിയ വൊളാറ്റിലിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് മുൻപ് പറഞ്ഞ പ്രധാന സപ്പോർട്ട് ലെവലുകൾ ശ്രദ്ധിക്കുക. വിപണിയെ അടുത്തറിയാൻ ശ്രമിക്കുക, അത്രമാത്രം. ഈ വീഡിയോ വിവരങ്ങൾ നൽകാൻ മാത്രമുള്ളതാണ്. ദയവായി ഏതെങ്കിലും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഉപദേഷ്ടാവിന്റെ നിർദ്ദേശം തേടുക.